അപൂർവ രോഗത്താൽ വേദനയാൽ പുളയുന്ന യുവാവ് ചികിത്സാ സഹായം തേടുന്നു. കൊല്ലം വാളത്തുങ്കലിന് സമീപത്ത് താമസിക്കുന്ന യുവാവിനാണ് ശരീരം പഴുത്ത് മാംസം അടർന്നു പോകുന്ന അപൂർവ രോഗത്താൽ ക്ലേശം അനുഭവിക്കുന്നത്. രണ്ട് വർഷങ്ങൾക്ക് മുൻപാണ് യുവാവിന് ഇനിയും പേര് കണ്ടെത്താൻ കഴിയാത്ത ഈ അപൂർവ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ ആരംഭിക്കുന്നത്. തുടർന്ന് വിവിധ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ തേടിയെങ്കിലും രോഗമെന്തെന്ന് കണ്ടെത്താൻ കഴിയാതെ വന്നതോടെ രോഗം മൂർച്ഛിക്കുകയായിരുന്നു. ഉറക്കത്തിന് പറയാതെ രാത്രിയൊന്നും ഉറക്കമില്ല, എനിക്ക് നേരെ ഇരുത്തേ വേദന കയറി ഇതിപ്പം 15ാമത്തെ മാസമാണ്. അപ്പോൾ അവിടെ പോകാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞ സെപ്റ്റംബർ 14 അവിടെ പോയതാണ്. അപ്പോൾ സെപ്റ്റംബർ കഴിഞ്ഞപ്പം നവംബർ ആയില്ലേ. പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗം നിർണ്ണയിക്കാനുള്ള സാങ്കേതിക സംവിധാനം ഉപയോഗിച്ചെങ്കിലും രോഗനിർണയം നടത്താൻ കഴിഞ്ഞില്ലെന്ന് വീട്ടുകാർ പറയുന്നു. കയ്യിൽ പിന്നെ പ്രാവശ്യം ചെയ്തതാണ്. അത് നെറ്റ് പൊട്ടി തുറന്നതിൻ്റെ ദശ വളർന്ന് കണ്ടാൽ ചെയ്തതൊന്നും നിലനിന്നില്ല. ഇനിയിപ്പോൾ ആണെങ്കിൽ കാലിൽ പ്രാവശ്യത്തടി ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഉണങ്ങി വന്നാൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പുറത്തുനിന്ന് തൊലി വാങ്ങി വയ്ക്കണമെന്നുണ്ടെങ്കിൽ അതിനവിടെ വെളിയിൽ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതിന് പൈസ നമ്മൾ കൊടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് 3 ആഴ്ചയ്ക്ക് ശേഷം ബോഡിയിൽ നിന്ന് എടുത്ത് വെക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ 2 പ്രാവശ്യം തന്നെ നമ്മൾ എടുത്ത് വെച്ച് അതങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇതിനി ഉണങ്ങത്തില്ല. ഇപ്പോൾ കാലിൽ തന്നെ ഉണങ്ങുന്നില്ല. അപ്പോൾ ഇനി അത് എടുത്തു കഴിഞ്ഞാൽ ഉണങ്ങുമില്ല എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല. പിന്നെ അതുപോലെ തന്നെ ഡോക്ടർ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പം കാലിൽ ടെസ്റ്റ് ചെയ്തിട്ട് അമൃതയെ കൊണ്ടുപോയി അത് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എന്ത് രോഗമാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. മെഡിക്കൽ കോളേജിൽ തന്നെ 11 പ്രാവശ്യം ബയോപ്സി ചെയ്തത്, എന്നിട്ടൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. മൈക്രോബയോളജി ചെയ്ത് ഒരുപാടെടുത്ത് അവർ പറയുന്ന ടെസ്റ്റുകളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുക, പക്ഷെ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഈ വേദന തിന്നുന്ന തന്നെ മിച്ചം. വേദന എടുത്ത് രാത്രി ആകുമ്പോഴത്തേക്ക് അങ്ങ് വിറയിലാകും. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ദിവസങ്ങൾ പിന്നിടുമ്പോൾ യുവാവിൻ്റെ ശരീരഭാഗങ്ങളിലുള്ള മാംസങ്ങൾ അടർന്നു മാറുകയാണ്. നൊമ്പരപ്പെടുത്തുന്ന വേദനയാൽ കഴിയുന്ന യുവാവിനെ രോഗനിർണയം നടത്തി ചികിത്സ നൽകിയാൽ ആരോഗ്യം വീണ്ടെടുക്കാനാകുമെന്നാണ് കരുതപ്പെടുന്നത്. സാമ്പിൾ അവരെടുത്ത് തരും, നമ്മളത് കൊണ്ടുപോയി പത്തോളത്തിൽ മൈക്രോബയോളജിയിൽ കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ അവർ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എന്ത് രോഗമാണെന്ന് അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ പിന്നീടുള്ള കാര്യങ്ങൾ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ നോക്കും. അതല്ല പിന്നെ അവരെന്താണെന്നുള്ളത് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ അമൃതയിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യണം, അതുപോലെ തന്നെ പ്ലാസ്റ്റിക് സർജറിയും ചെയ്യണം. കാര്യം ഇല്ലെങ്കിൽ ഇതിങ്ങനെ തുറന്നു വെച്ചാൽ അങ്ങ് നിൽക്കാനും ഒന്നും പറ്റത്തില്ലല്ലോ. അപ്പോൾ അതും ചെയ്യണം. അപ്പോൾ അതിനൊരു വഴി ഇപ്പം നമ്മളതിലില്ല. നമ്മുടെ കാര്യം 1.5 വർഷം കൊണ്ട് മക്കളാണ് നോക്കുന്നത്. അതിന് മുന്നേ 1 വർഷം നമ്മൾ പ്രൈവറ്റായിട്ട് പല ആശുപത്രിയിൽ കൊണ്ടുപോയി നോക്കി ഉണങ്ങുമെന്ന് വിചാരിച്ച്, പക്ഷേ അത് ഉണങ്ങുന്നില്ല. പിന്നെ നമ്മൾ കൊല്ലത്തോണ്ടെന്നൊക്കെ പറഞ്ഞ് മെഡിക്കലിൽ കൊണ്ടുവന്നു. അങ്ങനെ മെഡിക്കലിൽ കൊണ്ടുപോകും. നൂതന ടെക്നോളജിയുള്ള ഹോസ്പിറ്റലിൽ എത്തിച്ച് രോഗനിർണയം നടത്തുക എന്നുള്ളതാണ് ഏക മാർഗം. നിർധന കുടുംബത്തിന് ചിന്തിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണിത്. ക്ലേശം അനുഭവിക്കുന്ന യുവാവിൻ്റെ രോഗാവസ്ഥയിൽ നിന്ന് മോചിതനാവാൻ സഹായം തേടുകയാണ് ഈ കുടുംബം. ചികിത്സാ ധനസമാഹരണത്തിനായി ഫെഡറൽ ബാങ്കിൻ്റെ കൂട്ടിക്കട ബ്രാഞ്ചിൽ ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. അക്കൗണ്ട് നമ്പർ 2034 01 00 05 9902.